ഹായ് ഹലോ, ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു മാംഗോ പുഡിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിപ്പിങ്ങിൻ്റെ പൗഡറാണ്. ഇത് 2 പാക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററിൽ ഇട്ടാലും മതി. ഇനി ഇതിൽ ആഡ് ചെയ്യുന്നത് ഫ്രഷ് ക്രീമാണ്. മാംഗോ പുഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഫ്രഷ് മാംഗോ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നല്ല മധുരമുള്ള മാങ്ങയാണ്. പിന്നെ വിപ്പിംഗ് പൗഡറിന് ഓൾറെഡി ഒരു മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മധുരം ചേർക്കുന്നില്ല. വേണമെങ്കിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അതിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. മധുരം കുറവായതുകൊണ്ട് ഞാൻ ഒരു 3 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. മധുരമുണ്ട്, പക്ഷെ തണുത്ത് കഴിയുമ്പോൾ ചിലപ്പം മധുരം കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഷുഗറാണ് ഇടുന്നത്. അപ്പോൾ അത് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ക്രീമി ടെക്സ്ചർ ആയിരിക്കണം. അപ്പോൾ ഇത് ഇനി ലെയർ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പുഡിംഗ് ട്രേയിലോട്ട് കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാംഗോയും ഫസ്റ്റ് ലെയറായിട്ട് കൊടുക്കുന്ന കേക്കാണ്. ഞാൻ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മാംഗോൻ്റെ കളറ് യെല്ലോ അത്ര വലിയതായിട്ട് വന്നിട്ടില്ല, പക്ഷേ അതിൻ്റെ ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് കേക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേക്ക് വെച്ച് കൊടുക്കാം. മാംഗോ കേക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ആ ഫ്ലേവർ തന്നെ കിട്ടുകയും ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കേക്ക് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് പാലും പഞ്ചസാരയും പിന്നെ ഞാൻ ഒരു ശകലം കസ്റ്റാർഡ് പൗഡറും കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാംഗോൻ്റെ പ്യൂരി, അതായത് മാംഗോ ജ്യൂസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ഒഴിക്കുന്നില്ല. ഇനി അടുത്തതായിട്ട് വീണ്ടും ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് മാംഗോ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ബാക്കി ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഫുള്ള് ക്രീം കൂടെ ഒഴിച്ചു കൊടുക്കണം.
ഇനി ഇതിൻ്റെ കേക്കിൻ്റെ പൊടി കൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ നട്ട്സ് ഒന്നും ഇടുന്നില്ല, കാരണം ഫ്രൂട്ടിൻ്റെതായതുകൊണ്ട് അതിൻ്റെ ഫ്ലേവർ മാറണ്ടെന്ന് വെച്ചിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കുന്നില്ല. മാംഗോ ഇടുന്നുണ്ട്, നടുക്ക് സൈഡിൽ കേക്കിൻ്റെ ഇതിട്ട് കൊടുത്തിട്ട് നടുക്ക് മാംഗോൻ്റെ ചെറിയ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും. ഇനി ഇതിൻ്റെ മിഡിലായിട്ട് നമുക്ക് മാംഗോൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 5 മണിക്കൂർ വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം.